വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 12, 13, 14 വചനങ്ങൾ. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. ഏലീശായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, എലീഷ പ്രവാചകനെക്കുറിച്ച് പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന 3 സവിശേഷതകൾ. ഏലിയായെ ചുഴലിക്കാറ്റ് വലയം ചെയ്തു. ഏലിയായുടെ ശിഷ്യനാണ് എലീഷ. അപ്പോൾ ഏലിയായെ ചുഴലിക്കാറ്റ് വലയം ചെയ്തപ്പോൾ ഒരു വലിയ കാര്യം സംഭവിച്ചു. എലീശായിലേക്ക് ഏലിയായുടെ മേലങ്കി കടന്നു വന്നുവെന്ന് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായം നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏലീശായിലേക്ക് സ്വർഗരാജ്യത്തിൻ്റെ മേലങ്കിയായി ഏലിയായുടെ മേലങ്കി കടന്നു വന്നെങ്കിൽ എലീശായുടെ പ്രത്യേകത ഇപ്രകാരമാണ്: ഏലീശായിൽ ഏലിയായുടെ ചൈതന്യം നിറഞ്ഞു. ഏലിയായുടെ ചൈതന്യം നിറഞ്ഞ എലീശായ്ക്ക് 3 വലിയ സവിശേഷതകളുണ്ട് എന്ന് പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. 1-ാമത്തെ സവിശേഷത അതായിരുന്നു. അസാമാന്യമായ ആത്മധൈര്യം എലീശയ്ക്കുണ്ടായിരുന്നു. അവൻ ആരുടെയും മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആർക്കും അവനെ കീഴടക്കാൻ സാധിച്ചില്ല. കാരണം സ്വർഗരാജ്യത്തിൻ്റെ മേലങ്കി സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു എലീശ. 2-ാമത്തെ സവിശേഷത, ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ സാധ്യതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സ്വർഗരാജ്യത്തിൻ്റെ മേലങ്കി അവനിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് അവനിൽ വന്ന് ആവസിച്ചത്. ലൂക്ക 1:37 വചനം വ്യക്തമായി എഴുതിയിരിക്കുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ സാധ്യതയുള്ള ദൈവമാണുള്ളത് എന്ന് വചനഗ്രന്ഥത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ജെറമ്യ 32:27 വചനം പറഞ്ഞു, ഞാൻ സകല ഭക്തരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? വീണ്ടും ലൂക്ക 18:27, ഇത് മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ സാധ്യതകൾ മാത്രമുള്ള ഒരു ദൈവശക്തിയാണ് ഏലീശായിൽ നിറഞ്ഞു നിന്നത്. അവൻ്റെ ജീവിതം മുഴുവൻ സാധ്യതകളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ദൈവശക്തി നമ്മളിൽ നിറയുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണം, എന്നെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഏലീശായിൽ നിറഞ്ഞ ഒരു ദൈവശക്തി എനിക്ക് വേണം. ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ലാതിരുന്ന എലീശ. ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപാട് അസാധ്യതകളുണ്ട്. എന്നാൽ സാധ്യതകളുള്ള കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടി ഒന്ന് ആഗ്രഹിക്കാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ എല്ലാം സാധ്യമായിരുന്നുവെന്നാണ് എലീശായെക്കുറിച്ച് പറയുന്ന 2-ാമത്തെ സവിശേഷത. 3-ാമത്തെ സവിശേഷത എന്ന് പറയുക, മരണശേഷവും അവൻ പ്രവചിച്ചു. അവൻ്റെ ജീവിതത്തിൽ മരണത്തിന് ശേഷവും പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ വ്യക്തിയാണ് എലീശ. വീണ്ടും പറയുകയാണ്, ജീവിച്ചിരുന്നപ്പോൾ എന്നതുപോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിൽ ഒന്നും ദുസ്സാധ്യമായിരുന്നില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് വചനം പറയുന്നു, ജീവിച്ചിരുന്നപ്പോൾ എന്നതുപോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ ചെയ്തുവെന്ന്. ഇന്ന് ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഈ ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് വിശുദ്ധർക്ക് മരണശേഷവും അത്ഭുതങ്ങൾ സ്വന്തമാക്കാൻ പറ്റുക. ജീവിച്ചിരുന്നപ്പോഴും ദൈവത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിച്ചിരുന്നതുകൊണ്ട് മരണശേഷവും ജീവിതത്തിൽ അസാധ്യങ്ങളൊന്നുമില്ലെന്ന് അവർ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? സാധ്യതകൾ മാത്രമുള്ള ദൈവത്തെ അവർ സ്വന്തമായി സ്വീകരിച്ചു. അവരിൽ ദൈവം കുടികൊണ്ടിരുന്നു. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അസാധ്യങ്ങളുണ്ടെങ്കിൽ ദൈവം മുഴുവനായി എന്നിൽ ജീവിക്കാത്തത് കൊണ്ടാണ് അസാധ്യതകളുള്ളത്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാക്കുകൾ എനിക്ക് സ്വന്തമായി അനുഭവിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ എലീശയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം
13-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എലീഷയുടെ ജീവിതം. എലീഷ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് സ്വന്തമാക്കിയ എലീഷയുടെ ജീവിതം മുഴുവൻ ദൈവശക്തി വ്യാപരിച്ചുവെന്ന് നിരവധിയായ അത്ഭുതങ്ങളിലൂടെ നാം കാണുന്നുണ്ട് എങ്കിൽ, എന്നാൽ ഇവിടെ നാം കാണുക പ്രായമേറെയായി രോഗഗ്രസ്തനായി കിടക്കുന്ന എലീഷയാണ്. ഒരു ശക്തിയും ശാരീരികമായ ആ ശരീരത്തിലില്ല. ആ നാവിന് പോലും അതിയായ ശക്തിയില്ല, പ്രവചിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ കട്ടിലിൽ രോഗഗ്രസ്തനായി കിടക്കുന്നു. അപ്പോൾ വചനം പറയുകയാണ്, 14-ാമത്തെ വചനം, എലീഷ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ രാജാവായ യഹോവാഷ് തിരിച്ചറിയുകയാണ്, ഇതാ ഇസ്രായേൽ മക്കളെ ആക്രമിക്കാൻ ശത്രു സൈന്യം പ്ലാനിട്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും ജനം മുഴുവൻ ശത്രുക്കളാൽ നശിപ്പിക്കപ്പെടാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ് യഹോവാഷ് എന്ന് പറയുന്ന രാജാവ് മരണത്തോടടുത്ത് കിടക്കുന്ന എലീശയുടെ അടുക്കലേക്ക് വരികയാണ്. എന്തിനാ വരുന്നേ? ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ, ജീവനോടെ ശക്തിയോടെ വ്യാപരിച്ചപ്പോൾ നിരവധിയായ അത്ഭുതങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കിട്ടി. ഇസ്രായേൽ മക്കൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും സാധ്യതമാക്കിയിരുന്നെന്നും വിജയം സ്വന്തമായിരുന്നെന്നും രാജാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാജാവിന് ബോധ്യമാണ്. അതുകൊണ്ടാണ് മരണത്തോടടുത്ത് കിടക്കുമ്പോഴും അദ്ദേഹത്തെ തേടി രാജാവ് വരിക. വചനം പറയുകയാണ്, എലീഷ അപ്പോൾ രാജാവിനോട് പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. അവൻ എടുത്തു. എലീഷ തുടർന്നു, വില്ലു കുലയ്ക്കുക. അവൻ വില്ലു കുലച്ചു. രാജാവിൻ്റെ കൈകളിൽ മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീഷ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. പ്രിയപ്പെട്ടവരെ, രോഗഗ്രസ്തനായി കിടക്കുന്ന എലീഷ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന രാജാവിൻ്റെ ആവശ്യത്തിൻ്റെ നേരെ കണ്ണടച്ചില്ല. ദൈവശക്തിയുള്ള മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളും തൻ്റെ രോഗാവസ്ഥകളും ബുദ്ധിമുട്ടുകളും ശരീരത്തിൻ്റെ അവസ്ഥകളും മറന്ന് ദൈവത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ പ്രവർത്തിക്കാൻ സന്നദ്ധനാണ്. മരിക്കാൻ തയ്യാറാകുമ്പോഴും ഈ മനുഷ്യൻ കർത്താവിന് വേണ്ടി രാജാവിനോട് സംസാരിക്കാൻ തയ്യാറായിട്ട് രാജാവിനോട് പറയുകയാണ്, രാജാവിനോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അമ്പും വില്ലും എടുക്കുക. യുദ്ധം ചെയ്യാനാണല്ലോ അമ്പും വില്ലും എടുക്കുക. രാജാവ് വന്ന് പറഞ്ഞു, ഇസ്രായേലിലെ രഥങ്ങളും സാരഥികളും എന്ന് പറഞ്ഞു. യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുക. ഉടനെ എലീഷ രാജാവിനോട് പറഞ്ഞു, അമ്പും വില്ലും എടുത്തുകൊള്ളുക. അദ്ദേഹം അമ്പും വില്ലും എടുത്തു. ഉടനെ പറഞ്ഞു, വില്ലു കുലയ്ക്കുക. അവൻ വില്ലു കുലച്ചു. രാജാവിൻ്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീഷ പറഞ്ഞു, വില്ല് കുലച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എലീഷ പറഞ്ഞു, ആ രാജാവിൻ്റെ കൈകളിലേക്ക് തൻ്റെ കൈകൾ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. എലീഷ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ എലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വിജയ അസ്ത്രം, സിറിയക്കെതിരെയുള്ള വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, രോഗഗ്രസ്തനായി കിടക്കുന്ന എലീഷ, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് രാജാവിൻ്റെ കൈകളിലേക്ക് തൻ്റെ കൈകൾ വെച്ച നിമിഷം രാജാവിലേക്ക് ശക്തി വ്യാപരിക്കുകയാണ്. അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, കിളിവാതിൽ തുറക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവശക്തി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇറങ്ങി വന്ന് വ്യാപരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കിളിവാതിൽ തുറക്കുക. എന്ന് പറഞ്ഞാൽ അമ്പ് എയ്യപ്പെടുവാൻ കിളിവാതിൽ തടസ്സമാണ്. കിളിവാതിൽ തുറന്നാലേ അമ്പ് എയ്യപ്പെടുകയുള്ളൂ. ഇതാ രാജാവ് കിളിവാതിൽ തുറന്നു. രാജാവ് കിളിവാതിൽ തുറക്കുക ചെയ്തു. ഉടനെ അമ്പ് എയ്യാൻ പറഞ്ഞു, എയ്തു. രാജാവിൻ്റെ കൈകളുടെ മുകളിൽ നിൽക്കുക എലീഷയുടെ കരമാണ്. ദൈവശക്തി സ്വന്തം കൈകളിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാജാവിന് പകർന്നുകൊണ്ട് എലീഷ രാജാവിനോട് അമ്പ് ചെയ്യാൻ പറയുമ്പോൾ അമ്പ് ചെയ്തപ്പോൾ അവിടെ ഒരു അസ്ത്രം പുറത്തേക്ക് പോയപ്പോൾ എലീഷ പറഞ്ഞ സെൻറ്റൻസ് ഇപ്രകാരമാണ്, കർത്താവിൻ്റെ വിജയ അസ്ത്രം. ദൈവശക്തി കരങ്ങളിൽ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ ഇറങ്ങി വരാൻ തടസ്സം നിൽക്കുന്ന ചില കിളിവാതിലുകൾ നീ തുറന്നു വെച്ചിട്ട് നീ അധ്വാനിച്ചാൽ, നീ യുദ്ധം ചെയ്താൽ, നീ ഏത് കാര്യങ്ങൾ ചെയ്താലും അത് കർത്താവിൻ്റെ യുദ്ധമായി മാറും.
കർത്താവിൻ്റെ വിജയാസ്ത്രമായി മാറും. കർത്താവിൻ്റെ വിജയം നിനക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അതിനെ നോക്കി എലീശ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം. എന്നിട്ട് പറഞ്ഞു, ആരെ പേടിച്ചാണോ രാജാവ് വന്നത്? ആ സിറിയക്കെതിരെയുള്ള കർത്താവിൻ്റെ വിജയാസ്ത്രം. എന്നിട്ട് പറഞ്ഞു, നീ സിറിയയെ തോൽപ്പിക്കും, യുദ്ധം ചെയ്ത് അവരെ നീ നശിപ്പിക്കും. അപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. അപ്പോൾ രാജാവ് പ്രതീക്ഷയോടെ എലീശ പ്രവാചകന്റെ അടുത്ത് നിൽക്കുമ്പോൾ എലീശ രണ്ടാമതൊരു കാര്യം രാജാവിനോട് ആവശ്യപ്പെട്ടു. ഇപ്രകാരമാണ്. അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അവനെടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്ത് അടിക്കുക. അവൻ 3 പ്രാവശ്യം അടിച്ച് നിർത്തി. പ്രിയപ്പെട്ടവരെ, അമ്പുകൾ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരമ്പല്ല, 1ൽ കൂടുതൽ അമ്പുകളുണ്ട്. അതുകൊണ്ട് അമ്പുകൾ എടുക്കാൻ പറഞ്ഞു. രാജാവ് അവിടെയുള്ള അമ്പുകൾ എടുത്തു എന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ മൂന്നാമതൊരു കാര്യം ആവശ്യപ്പെട്ടു, നീ അമ്പുകൾ വെച്ച് നിലത്ത് അടിക്കണം. അമ്പുകൾ നിലത്തേക്ക് അടിക്കാൻ പറഞ്ഞപ്പോൾ രാജാവ് 3 പ്രാവശ്യം അടിച്ചു നിർത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5ഓ 6ഓ പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ഉറപ്പാണ് രാജാവിൻ്റെ കയ്യിൽ 3ൽ കൂടുതൽ അമ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് അടിച്ചില്ല. എന്തുകൊണ്ട്? രാജാവിനോട് രണ്ടാമത് അമ്പെടുത്ത് നിലത്തടിക്കാൻ പറഞ്ഞപ്പോൾ രാജാവ് ദൈവശക്തിയിലല്ല വിശ്വസിച്ചത്, ബുദ്ധിയിൽ ചിന്തിച്ചു. അസ്ത്രമെടുത്ത് പുറത്തോട്ടെറിഞ്ഞപ്പോൾ എങ്ങനെ യുദ്ധം ജയിക്കും ചിന്തിച്ചു. രണ്ടാമത് അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, അമ്പെടുത്ത് നിലത്തടിച്ചാൽ എങ്ങനെ യുദ്ധം വിജയിക്കും. ബുദ്ധിയിൽ ചിന്തിച്ചതുകൊണ്ട് ദൈവം പറഞ്ഞതിനോട് 100% ആത്മാർത്ഥത പുലർത്തുവാൻ രാജാവിന് പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് രാജാവിന് പറ്റിപ്പോയ വീഴ്ച. ജീവിതത്തിൽ ദൈവം ഇതുപോലെ അവസരങ്ങൾ ഇട്ടുതരും. രാജാവിന് അവസരം ഇട്ടുകൊടുത്തത് ഇവിടെ അടിക്കുക എന്നൊരു അവസരം ഇട്ടുകൊടുത്തപ്പോൾ രാജാവ് അത് സ്വീകരിച്ചില്ല. രാജാവ് ബുദ്ധിയിൽ ചിന്തിച്ചിട്ട് എന്തിനടിക്കണമെന്ന് വിചാരിച്ച് 3 പ്രാവശ്യം അടിച്ചു നിർത്തിയത് കൊണ്ട് 3 പ്രാവശ്യം മാത്രമേ സിറിയയെ തോൽപ്പിക്കാൻ ഈ യഹോവാഷ് രാജാവിന് സാധിച്ചുള്ളെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ കർത്താവിൻ്റെ സ്വരം കേൾക്കാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ആ സ്വരത്തോട് 100% ആത്മാർത്ഥത പുലർത്തണം. അമ്പെയ്തപ്പോൾ 50%, വീണ്ടും അതാ 50% കൂടി ദൈവം ചോദിച്ചപ്പോൾ അത് ചെയ്യാൻ രാജാവിന് സാധിച്ചില്ല. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക, അമ്മ ത്രേസ്യയുടെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വരം കേട്ട് യാത്ര ചെയ്ത അമ്മ ത്രേസ്യയുടെ ജീവിതം മുഴുവൻ സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു. എങ്കിലും അവൾ പുറകോട്ട് പോയില്ല. അവൾ പറഞ്ഞു, ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. അവിടെയാണ് ആത്മാർത്ഥത. ഇന്ന് വിശുദ്ധരുടെ ജീവിതം മുഴുവൻ നാം പരിശോധിച്ചാൽ തികഞ്ഞ ആത്മാർത്ഥത ദൈവത്തോട് പുലർത്തിയവരാണ് വിശുദ്ധരെല്ലാം. ഇവരുടെ കബറിടങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഈ ദൈവത്തോടുള്ള തികഞ്ഞ ആത്മാർത്ഥതയും തങ്ങളുടെ ബുദ്ധി അടിയറ വെച്ചുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ യാത്രകളും അവർക്ക് സമ്പത്തായി കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധരും ഇന്ന് മരിച്ചതിനു ശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എലീശയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാകും. എലീശ പ്രവാചകന്റെ ജീവിതത്തിൽ മരണത്തോടടുത്ത ഈ മനുഷ്യൻ തികഞ്ഞ ആത്മാർത്ഥത കാണിച്ചു. എനിക്ക് പറ്റില്ല, ഞാൻ മരണത്തോടടുത്തെന്ന് രാജാവിനോട് പറഞ്ഞില്ല. തനിക്ക് പറ്റാഞ്ഞിട്ടും രാജാവിൻ്റെ കൂടെ നിന്ന് ദൈവത്തിന് വേണ്ടി മരണത്തോളം നിന്ന് അദ്ദേഹം പൊരുതുകയാണ്. കർത്താവിൻ്റെ കൂടെ നിന്ന് അദ്ദേഹം പൊരുതുകയാണ് രാജാവിൻ്റെ ആവശ്യപ്രകാരം. വീണ്ടും നാം കാണുന്നു 3 സവിശേഷതകളാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഒന്നും ദുസ്സാധ്യമായിരുന്നില്ല. അടുത്ത കാര്യം, മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വ്യക്തിയാണ് എലീശ എന്ന് പറഞ്ഞാൽ നാം കാണും 20-ാമത്തെ വചനത്തിൽ എലീശ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. എന്നാൽ വസന്തകാലത്ത് മൊബാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീശയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. എലീശയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നുവെന്ന് വചനം എഴുതിയിരിക്കുന്നു. മരിച്ചതിന് ശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച എലീശയെ നാം ഇവിടെ കാണും. മൊബാബ്യർ തങ്ങളുടെ ദേശത്തെ
ആക്രമിക്കാൻ വരികയാണ്. ഒരു മനുഷ്യൻ്റെ ശവശരീരം സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ മൊബാബിയർ ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഭയന്നോടിയിട്ട് അവർ മരിച്ച മനുഷ്യൻ്റെ ഡെഡ് ബോഡി ഇതാ എലീഷയുടെ ശവക്കല്ലറയിലേക്ക് എറിഞ്ഞപ്പോൾ ആ മരിച്ച ശരീരം ഈ കല്ലറയിൽ സ്പർശിച്ചപ്പോൾ ജീവൻ പ്രാപിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം വിശുദ്ധരുടെ കബറിടങ്ങളിൽ നാം കാണുക. ഓരോ ജീവിതങ്ങളും കണ്ണുനീരോടെ വന്ന് വിശുദ്ധരോട് പ്രാർത്ഥിക്കുകയാണ്. പൊലിഞ്ഞുപോയ ജീവിതത്തെ ഓർത്ത്, തകർന്നുപോയ പ്രതീക്ഷകളെ ഓർത്ത്, കിട്ടാത്ത അവസരങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത് കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരുടെ മധ്യസ്ഥം വഴി പുതുജീവിതത്തിലേക്ക് അവർ ഓരോരുത്തരും പ്രവേശിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ആ പുതുജീവിതം തന്നെയാണ് എലീഷയുടെ ശവക്കല്ലറയിൽ നിന്ന് ആ യുവാവിന് കിട്ടിയതും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ഉടനീളം വ്യാപരിച്ച സ്വന്തമാക്കിയ വ്യക്തിയാണ് എലീഷ പ്രവാചകൻ. ഒന്നും അസാധ്യമല്ലാത്ത മനുഷ്യൻ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എന്നതുപോലെ മരിച്ചതിനു ശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഏലിയായുടെ ചൈതന്യം എലീഷയിലേക്ക് നിറഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എലീഷയുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ യാത്രകളിൽ വഴിനീളെ പ്രാർത്ഥിച്ചും കൊന്ത ചൊല്ലിയും ജപമാല അർപ്പിച്ചും കരുണക്കൊന്ത ചൊല്ലിയും ഒക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു കാര്യം, ഓരോന്നും ചെയ്യുമ്പോൾ 100% ആത്മാർത്ഥതയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? 100% ആത്മാർത്ഥത. നീ ഒരു കാര്യം ചെയ്യുകയാണ്, വീട്ടിൽ അരി കഴുകുകയാണ്, മുറ്റമടിക്കുകയാണ്, നീ വണ്ടി ഓടിക്കുകയാണ്, നീ ആശുപത്രിയിൽ പോവുകയാണ്, നീ ഒരാളെ സഹായിക്കുകയാണ്, ഒരു അനാഥ വ്യക്തിയെ നീ ഒരു ചോറ് കൊടുക്കുകയാണ്, എന്തുമാകട്ടെ, ചെയ്യുമ്പോൾ തികഞ്ഞ ആത്മാർത്ഥതയുണ്ടോ? അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിനക്ക് കാണാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ ദൈവശക്തിയുണ്ട്. മദർ തെരേസ പുഴുക്കളരിക്കുന്ന ജീവിതങ്ങളെ കൈകളിലേക്ക് എടുത്തതിന് പിന്നിൽ ദൈവത്തിൻ്റെ ശക്തി കൂടെയുള്ളത് കൊണ്ട് തികഞ്ഞ ആത്മാർത്ഥതയോടെ പുഴുവരിക്കുന്ന ശരീരങ്ങളെ നെഞ്ചോട് ചേർക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, വലിയ വിശുദ്ധരൊക്കെ ഓരോ വ്യക്തികളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തികഞ്ഞ ആത്മാർത്ഥത ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഈശോ നമ്മളോട് പറയും, ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വർഗം നിന്നോട് കൂടെയാണ്. നിനക്ക് ആത്മാർത്ഥതയുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നതൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. നിന്റെ ജീവിതം മുഴുവൻ ആത്മാർത്ഥതയുള്ളതാകട്ടെ. എല്ലാ വ്യാപാരങ്ങളിലും തികഞ്ഞ ആത്മാർത്ഥതയോടെ വ്യാപരിക്കാൻ സ്വർഗം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലത്തൊരിക്കലും അവൻ ആരുടെയും മുമ്പിൽ ഭയപ്പെട്ടില്ല, ഭയന്ന് വിറച്ചില്ല എന്ന് വചനം പറയുമ്പോൾ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ എലീഷ ഇപ്രകാരം പറയുകയാണ്. സിറിയ രാജാവ് വന്ന് ഇസ്രായേൽ മക്കളെ മുഴുവനായി ഇങ്ങനെ പ്രതിരോധിച്ച് വ്യാപരിക്കുമ്പോൾ എലീഷ പറഞ്ഞു, 7-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ, അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകൻ്റെ തോളിച്ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? പ്രിയപ്പെട്ടവരെ, പടനായകൻ്റെ അവിശ്വാസമാണ് ഒരു ചോദ്യം. എന്നാൽ എലീഷ പ്രതിവദിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് നീ ഭക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, എലീഷ ഭയലേശവന്യെ പറഞ്ഞു, എൻ്റെ ദൈവം ഇത് ചെയ്യുന്നത് നിനക്ക് കാണാൻ പറ്റും, പക്ഷേ നീ അത് ഭക്ഷിക്കില്ല. കാരണം ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് അവൻ സംസാരിച്ചപ്പോൾ എലീഷയുടെ വാക്കാണത്, നീ അത് കാണുമെന്ന്. ധൈര്യസമേതം അത് പറഞ്ഞെങ്കിൽ 7-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം കാണും. രാജാവ് തൻ്റെ അംഗരക്ഷകനെ പടിവാതിലിൻ്റെ ചുമതല ഏൽപ്പിച്ചു. പടിവാതിൽക്ക് തിങ്ങിക്കൂടിയ ജനം ചവിട്ടി മെതിച്ച് അവൻ മരിച്ചു. തൻ്റെ അടുത്തു നിന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ സംഭവിച്ചു. ദൈവപുരുഷൻ രാജാവിനോട് 2 അളവ് ബാർലി 1 ശെക്കലിനും 1 അളവ് നേരിയ മാവ് 1 ശെക്കലിനും നാളെ ഈ സമയം സമരിയയുടെ കവാടത്തിൽ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു. അതിന് ദൈവപുരുഷൻ, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ ഇതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഉത്തരം നൽകി. അങ്ങനെ ഇത് സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടി മെതിച്ചു, അവൻ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവപുരുഷൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി, കാരണം എലീഷയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം തവണ ദൈവപുരുഷൻ എന്നാണ് പറയുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ
ദൈവം ഉള്ളിൽ വസിക്കുക, എന്നാൽ ദൈവം തന്നെയായി മാറുന്നൊരവസ്ഥയാണ്. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ് ആ മനുഷ്യനിൽ. അപ്പോൾ എലീശായെക്കുറിച്ച് ദൈവപുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവം അവനിലുണ്ട്. എല്ലാവർക്കും ഭയമാണ് എലീശായെ. ദൈവം അവനിലുണ്ട്. അവനൊരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അവനൊരു കാര്യം ചെയ്താൽ അതിന് മാറ്റമില്ല. മരിച്ചതിനു ശേഷവും അത്ഭുതങ്ങൾ ചെയ്ത എലീശ പ്രവാചകന്റെ ജീവിതം അത്രമാത്രം ശക്തിയേറിയതായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വർഗം നമ്മളെ വിളിക്കുകയാണ് ഓരോ ദൈവപുരുഷന്റെ സ്ഥാനം വഹിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞവരായി വ്യാപരിക്കാൻ. ഇന്ന് ഈ ലോകത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ശക്തിയുള്ളവരായി ജീവിക്കാൻ തുടങ്ങിയാൽ അത് എത്രമാത്രം മനോഹരമായിരിക്കും. കർത്താവ് നമ്മൾ ജീവിക്കുന്നതായി നമുക്ക് അനുഭവിക്കാൻ പറ്റണം. പ്രിയപ്പെട്ടവരെ, എലീശയുടെ ജീവിതം അതാണ് നമുക്ക് മനസ്സിലാക്കി തരിക. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എലീശയെ പോലെ എൻ്റെ ജീവിതത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ നിൻ്റെ വഴി പിഞ്ചെന്തുകൊണ്ട് നിൻ്റെ ശക്തി സ്വന്തമാക്കിക്കൊണ്ട് ജീവിതശേഷവും മരണശേഷവും അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ നിമിഷങ്ങളാക്കി എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധി, അതാണ് വിശുദ്ധി എന്ന് പറയുക. അത് ഈശോയോട് നമുക്ക് ചോദിച്ച് മേടിക്കാം. ദൈവശക്തി നമ്മളെ നിറയട്ടെ. അതിനുള്ള കൃപ ചോദിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. കർത്താവേ, എലീശയുടെ ജീവിതത്തിൽ ഒന്നും ദുസ്സാധ്യമായിരുന്നില്ല. മരണശേഷവും പ്രവചിച്ചവനാണ് ആ മനുഷ്യൻ, അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തി. ഇന്നും അനേകം വിശുദ്ധരുടെ ജീവിതം ഞങ്ങളുടെ കൺമുമ്പിലൂടെ ഇതുപോലെ കടന്നു പോകുമ്പോൾ, ഈശോയെ, ഈ വചന ഭാഗത്തിലൂടെ നീ ഞങ്ങളോട് പറഞ്ഞു, തികഞ്ഞ ആത്മാർത്ഥതയോടെ നീ തരുന്ന അവസരങ്ങൾ സ്വന്തമാക്കി നീ പറയുന്നതൊക്കെ സ്വീകരിക്കാൻ പ്രതിബന്ധമായി നിൽക്കുന്ന കിളിവാതിലുകൾ തുറക്കുന്നുകൊണ്ട് ദൈവശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, ദൈവം വസിക്കുന്ന വ്യക്തിയായി മാറുവാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും നീ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.